മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് 13ാമത്തെ പാർട്ട് 3 ആയ സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നല്ല തുണി എടുക്കുക. നല്ല തുണിയുടെ നല്ല വശത്ത് ലൈനിങ് തുണി നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് വയ്ക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല തുണിയുടെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് എല്ലാവരുടെയും പിൻ കുത്തി വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ അടയാളപ്പെടുത്തിയേക്കണ നെക്കില്ലേ, നെക്കിൻ്റെ ഡിസൈൻ ഏത് ഡിസൈനാണോ കൊടുത്തേക്കണേന്ന് വെച്ചാൽ ആ ഡിസൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ആം ഹോള്. ആം ഹോളിൻ്റെ ഇവിടെ 1/2 ഇഞ്ചാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. ലൈനിങ്ങുമ്മേ വേണം അടയാളപ്പെടുത്താനായിട്ട്. ഞാൻ നല്ല തുണി കുറച്ച് കയറ്റിയാണ് കട്ട് ചെയ്തേക്കുന്നത്. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യണവർ എപ്പോഴും കുറച്ച് കയറ്റി ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോളം നല്ല തുണി കയറ്റി ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാനത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങുമ്മേ 1/2 ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് എല്ലാവരുടെയും ഇങ്ങനെ അടയാളപ്പെടുത്തുക. 1/2 ഇഞ്ച് തന്നെ പിടിച്ച് അടയാളപ്പെടുത്തിക്കോളൂ തുടക്കക്കാർ. എന്നിട്ട് ദേ ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ നമ്മളിങ്ങനെ എല്ലാം അടയാളപ്പെടുത്തിയതെല്ലാം ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടിലേക്കുള്ളതാണ്. ബാക്ക് പാർട്ടും ഇതേപോലെ തന്നെ നല്ല തുണിയുടെ നല്ല വശത്ത് ലൈനിങ് തുണി വയ്ക്കുക. അടയാളപ്പെടുത്തിയേക്കണ ലൈനിങ് തുണി ഇതേപോലെ വെച്ച് എല്ലാവരുടെയും പിൻകുത്തുക. നെക്കിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയൊക്കെ പിൻകുത്തി വയ്ക്കുക. എപ്പോഴും സെൻറ്റർ എപ്പോഴും സെയിം ആയിരിക്കണം. ഇങ്ങനെ ഒരേപോലെ വെച്ച് എല്ലാവരുടെയും പിൻകുത്തുക. ഈ സൈഡിൽ ഈ പറഞ്ഞ പോലെ 1/2 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം അടയാളപ്പെടുത്തി നമുക്കിങ്ങനെ വരച്ചെടുക്കാനായിട്ട്. നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാം. ഇത് പേപ്പർ ക്യാൻവാസ് ഒന്നും വെക്കാതെ സിമ്പിൾ മെത്തേഡിലാണ് നമ്മളിപ്പോഴത്തെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഞാൻ വി ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. ആ രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ലോക്ക് ചെയ്യണം. ഇവിടെ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്താം. ഒരു പോയിൻ്റ് ഇങ്ങോട്ടേക്ക് കുത്താം. അങ്ങനെ നമ്മൾ വീനെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാം. എപ്പോഴും നമ്മൾ സൂചി ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് വേണ്ട റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഒരു ആം ഹോളിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അപ്പുറത്തെ ആം ഹോളും കൂടി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ 2 ആം ഹോളും നെക്കും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എപ്പോഴും സൂചി കുത്തി നിർത്തിയിട്ട് വേണം തുണി പതുക്കെ ചെരിച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ 2 ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. ഈ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ വി നെക്കാണല്ലോ, ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. കണ്ടതേ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ അവിടെ ഇടയായിട്ട് ചെരിച്ചൊന്ന് കട്ട് ചെയ്യാണ്. ഈ സെൻറ്ററിൽ വരുമ്പോൾ നമ്മുടെ
സ്റ്റിച്ചും കൊള്ളാത്ത രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ കട്ട് ചെയ്യുക. ബാക്കി എല്ലാവരുടെയും ഇങ്ങനെ ചെരിച്ച് കട്ട് കൊടുക്കുക. അതുപോലെ തന്നെയാണ് സ്ലീവിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ ചെരിച്ച് അവിടെയായിട്ട് കട്ട് കൊടുക്കുക. ഈ കോർണറിൽ വരുമ്പോൾ 2-3 കട്ട് അടുപ്പിച്ച് കൊടുത്താൽ നല്ലതാണ്. നമ്മുടെ സ്റ്റിച്ചുമ കൊള്ളാൻ പാടില്ല. അങ്ങനെ നമുക്ക് 2 സൈഡും കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 സൈഡും ആം ഹോളിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും ഇതുപോലെ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ലൈനിങ് തുണി നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ് തുണി നമ്മൾ ഇങ്ങോട്ട് ബാക്കിലേക്ക് നമ്മൾ മറിച്ചെടുത്തു. കണ്ടോ? ഇപ്പം സെയിം കളറിൽ തന്നെയുള്ള ലൈനിങ് തുണി വേണം എപ്പോഴും ഉപയോഗിക്കാനായിട്ട്. അത് എപ്പോഴും ശ്രദ്ധ ഉണ്ടായിക്കോളും. ഇപ്പം നമ്മൾ മറിച്ചെടുത്തപ്പോൾ നമുക്ക് കിട്ടിയേക്കണ കണ്ടില്ലേ? ഇനി ഇതിൻ്റെ മേലെക്കോട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ ഇതിനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നഖം വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ലൈൻ തുണി ബാക്കിലേക്ക് ശരിക്കും തള്ളി വെച്ചിട്ട് വേണം നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നെക്കിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയും ഇങ്ങനെ ബാക്കിലേക്ക് ലൈനിങ് തുണി നീക്കി വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലൈനിങ് തുണി പുറത്ത് വരാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ അപ്പുറത്തേക്ക് ആക്കി നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. എപ്പോഴും ഏത് ഡ്രസ്സായാലും നമ്മൾ ഓരോ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ ഓരോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനും അല്ലാണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട പെർഫെക്ഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ലൈനിങ് തുണി പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. അരികത്തോടു കൂടി ചേർത്ത് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ കോർണർ എത്തി കഴിയുമ്പോൾ സൂചി ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തുണി പതുക്കെ റൊട്ടേറ്റ് ചെയ്യാം. നല്ല വൃത്തിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ലേ? ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നീക്കി ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം. ആം ഹോളും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത് കണ്ടില്ലേ? ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഗ്യാപ്പിൽ ഇവിടെ നമുക്ക് നെക്കും ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കും സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനെ കാട്ടിത്തരാം. ഇവിടെയാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സ്ലീവ് ആം ഹോളിൻ്റെ അവിടെയും ചെയ്യാം. കണ്ട അങ്ങനെ നമുക്ക് ആം ഹോളും ഫ്രണ്ട് നെക്കും ഒക്കെ നല്ല വൃത്തിയിൽ കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കും കൂടി സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഷോൾഡറുകൾ ഉണ്ടല്ലോ, ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യണ മുൻപ് പിന്നെ പോണ വല്ല തുണി ആണ് എന്നുണ്ടെങ്കിൽ ഇന്റർലോക്ക് ഓവർലോക്കും ഒക്കെ മെഷീൻ ഉള്ളവർക്കാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തുണി എടുക്കാം. പിന്നെ പോവാത്ത തുണി എടുത്തിട്ട് ജസ്റ്റ് ഈ തുമ്പ് മാത്രം ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോപ്പ് ബോർഡ് സ്റ്റിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. ഒരു 1/2 ഇഞ്ച് അതിൽ കൂടുതൽ പാടില്ല. എടുക്കണ തുണിക്കിടെ വീതി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ച് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് മേലെക്കോട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പം പിന്നെ ഈ ഭാഗം പിന്നെ പോയില്ല. നല്ല വശവും എടുക്കാം. ഇത് ബാക്ക് സൈഡിൻ്റെ നല്ല വശമാണ്. ഇത് ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശവും തമ്മിൽ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി ഇങ്ങനെ വെക്കുക. കണ്ടില്ലേ? ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക.
എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിൻ കുത്തി കൊടുക്കാം. ഉണ്ടാ ഷോൾഡറിൽ തമ്മിൽ കൂട്ടി വെച്ചിട്ട് ഒരു പിൻ കുത്തി കൊടുത്തു. കൂട്ടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നെക്കിന്റെ ഭാഗം. നെക്കിന്റെ ഭാഗത്ത് എപ്പോഴും ഒരേപോലെ ആയിരിക്കണം. എന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് വെച്ച് പിൻ കുത്താൻ. അത് കഴിഞ്ഞാല് നമ്മൾ 1/2 ഇഞ്ചാണ് ഷോൾഡറും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കണം ഗ്യാപ്പ്. ആ ഗ്യാപ്പ് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഈ ഇതുമേക്കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി സ്റ്റിച്ച് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഷോൾഡറും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. കണ്ട നമ്മളിപ്പോ നെക്ക് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയേക്കണ കണ്ടില്ലേ. ഇനി ചെയ്യേണ്ട വെച്ചാല് നമ്മുടെ ഈ ഷോൾഡർ ഉണ്ടല്ലോ, ഒന്നുകിൽ നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് നല്ല രീതിയിൽ അയൺ ചെയ്ത് വെക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക്, ബാക്ക് നെക്കിന്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് ഇതിന്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഞാനിപ്പോ ഷോൾഡറിന്റെ ഈ ഭാഗം ബാക്ക് സൈഡിലേക്ക് ഞാൻ വെക്കുകയാണ്. ബാക്ക് നെക്ക് ഉണ്ട്, യു നെക്ക് കൊടുത്തത് അവിടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാണ്. നോക്കിയേ, അപ്പൊ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് കിട്ടിയേക്കണ ഇവിടെ ഒരു സ്റ്റിച്ച് വരും എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? ടേബിളിമേ ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് ലൈനിങ് തുണിയും നല്ല തുണിയും ഒപ്പത്തിനൊപ്പം വെച്ച് രണ്ട് സൈഡും ഹിപ്പ് വരെ നമ്മൾ ഇങ്ങനെ സൂചി കുത്താണ്. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെയും ഇവിടെയും ഈ സൈഡിലും നമ്മൾ സൂചി കുത്തിയുണ്ട്. നമ്മള് ലൈനിങ് തുണിയേക്കാളും ഫ്ലെയർ കുറച്ച് നമ്മൾ കൂടുതലും എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ എക്സ്ട്രാ തുണി വരുന്നത്. നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ നമ്മള് നല്ല തുണി കൂടുതൽ ഇട്ടതുകൊണ്ടാണ് ഈ സൈഡിലും ഗ്യാപ്പ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒപ്പത്തിനൊപ്പം അടിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിൻ കുത്തി എപ്പോഴും നമ്മൾ ഈ നെക്കിന്റെ അടുത്ത് സെന്റർ ഉണ്ടല്ലോ, സെന്ററിന്റെ അവിടെ നമ്മൾ ഒരു വര വരയ്ക്കുക. അല്ലെങ്കിൽ തുണി മടക്കിയതിന്റെ പാടുണ്ടാവും ഇല്ലേ, അതും നല്ല തുണിയുടെ സെന്ററിന്റെ ഭാഗവും മാർക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി വെച്ചതിന്റെ ആ പാടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടും ഒപ്പത്തിനൊപ്പം സെന്റർ എന്ന രീതിയിൽ വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉഴിയാം. ഉഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് വിടർന്ന് കിട്ടും, നിവർന്ന് കിട്ടും. എന്നിട്ട് രണ്ടറ്റത്തും നമ്മള് പിൻ കുത്തി ഹിപ്പ് വരെ നമ്മള് ഹിപ്പിന്റെ അളവ് വരെ നമ്മൾ പിൻ കുത്തി വെക്കുക. കണ്ടോ? അതുപോലെ ഫ്രണ്ടും ചെയ്യാം, ബാക്കും അതുപോലെ തന്നെ പിൻ കുത്തി രണ്ട് സൈഡിലും ഇതുപോലെ വെക്കാം. എന്നിട്ട് ഈ സൈഡിലുണ്ടല്ല, ഇതിപ്പോ മിഡ് വേസ്റ്റ് വരെയുള്ള അളവ് മാത്രമാണ് ഇപ്പൊ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. ആ 1 ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തി ഞാനിങ്ങനെ വരച്ചു. ഷോൾഡർ മുതൽ മിഡ് വേസ്റ്റ് വരെ എത്രയാണോ ലെങ്ത്, ഞാൻ കൊടുത്തേക്കുന്നത് 12 ആണ്. ഷോൾഡർ മുതൽ മിഡ് വേസ്റ്റ് വരെ 12 എന്ന ലെങ്ത് എടുത്തിട്ട് അവിടുന്ന് 1 ഇഞ്ച് സീം അലവൻസ് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ എടുത്തേക്കുന്നത് ഹിപ്പ് വരെ ആണെന്നുണ്ടെങ്കിൽ ഷോൾഡർ മുതൽ ഹിപ്പിന്റെ അവിടത്തോളം വരെയുള്ള ലെങ്ത് അളന്നിട്ട് അവിടെ വരെ നമ്മൾ 1 ഇഞ്ചോളം സീം അലവൻസ് ലൈനിങ് തുണിയിൽ വേണം കൊടുക്കാനായിട്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഫ്ലെയർ എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ മിഡ് വേസ്റ്റിന്റെ അവിടെ നിന്നാണോ ഹിപ്പിന്റെ അവിടെ നിന്നാണോ ഫ്ലെയർ എടുത്തേക്കണേന്ന് നോക്കുക. അപ്പൊ അതനുസരിച്ച് വേണം. മിഡ് വേസ്റ്റിന്റെ അവിടെ ആണെങ്കിൽ മിഡ് വേസ്റ്റിന്റെ അവിടത്തോളം വരെ നമ്മൾ വരച്ചിട്ട് സീം അലവൻസ് എത്രയാണോ കൊടുത്തേക്കുന്നത്, 1 ഇഞ്ചെങ്കിൽ 1 ഇഞ്ച് അത്രയും വരെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ രണ്ട് സൈഡിലും ഞാനിങ്ങനെ അടയാളപ്പെടുത്തി വെച്ചേക്കാണ്. ഇനിയാണ് ഒരുമിച്ച് വെക്കുന്നത്. ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ പീസ് ഉണ്ടായത് നമ്മളെ മിഡ് വേസ്റ്റ് വരെയാണ് എടുക്കുന്നതെങ്കിൽ അത് ഒരുമിച്ച് കട്ട് ചെയ്ത് ഇവിടെ നിർത്താം. ഇനിയിപ്പോ ഹിപ്പ് വരെയാണെന്നുണ്ടെങ്കിൽ ഹിപ്പിന്റെ ഷേപ്പ് വരെ എടുക്കാം. എന്നാൽ മാത്രമാണ് നമുക്ക് ഷോൾഡർ തമ്മിൽ കൂട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഒരുമിച്ച് ഒപ്പത്തിനൊപ്പം വെച്ച് ഇവിടെ ഒരു പിൻകുത്തി ഇവിടെ ഒരു പിൻകുത്തി, രണ്ട് സൈഡും ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇങ്ങനെ പിൻകുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആം ഹോൾ മുതൽ നമ്മൾ എവിടത്തോളം വരെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ മിഡ് വേസ്റ്റിന് അവിടത്തോളം വരെയാണ് കൊടുക്കുന്നത്
ഇനി ഹിപ്പ് വരികയാണെങ്കിൽ അവിടത്തോളം വരെ. എവിടെയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം അവിടെ ലോക്ക് ഇട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നിർത്തിക്കോളൂ. ഇവിടെ ഈ വര വരെയാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, അവിടെ 2-3 സ്റ്റിച്ച് കൂടുതൽ ഇടണം. ഞാനിപ്പോൾ 3 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടത്തോളം വരെയാണ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ലൈനിങ് തുണി രണ്ടും ഇങ്ങനെ ബാക്കിലേക്ക് മാറ്റി വെക്കാം. ലൈനിങ് തുണി രണ്ടും ബാക്കിലേക്ക് മാറ്റി വെക്കുക. ഇതിന്റെ ലൈനിങ് തുണി ബാക്കിലേക്ക് മാറ്റി വെച്ചു, ഇവിടത്തെയും മാറ്റി വെച്ചു. എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളിവിടെ 1 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് കൊടുത്തേ, അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് 3/4 ഇഞ്ച് 1 ഇഞ്ച് എന്ന രീതിയിൽ, 3/4 ഇഞ്ച് 1/4 ഇഞ്ച് എന്ന രീതിയിൽ താഴെ വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സൈഡിൽ കൂടെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈനിങ് തുണി രണ്ടും ബാക്കിലേക്ക് വെച്ചു. എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും. ഇവിടെ 1 ഇഞ്ച് സീം അലവൻസ് എന്നുള്ളത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3/4 ഇഞ്ച് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് എന്ന രീതിയിലേക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ചിന്റെ തൊട്ട് താഴെ ലൈനിങ് തുണിമ കൊള്ളാൻ പാടില്ല. തൊട്ട് താഴെ നമ്മൾ ചെറിയൊരു ലോക്ക് ഇട്ടു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാണ്. കണ്ടില്ലേ, ഇങ്ങനെ വെക്കുക. 2 അറ്റവും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 1 ഇഞ്ച് എന്നുള്ളത് 3/4 ഇഞ്ച് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് എന്ന രീതിയിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇനി നല്ല തുണിയെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് ലൈനിങ് തുണി നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് നിർത്തി വര കണ്ടില്ലേ, ഈ വര വരെയാണ് സ്റ്റിച്ച് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ലൈനിങ് തുണി 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് എന്ന രീതിയിൽ ഗ്യാപ്പ് ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ലൈനിങ് തുണി ഇങ്ങ് അറ്റത്തുനിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇനിയുള്ളത് നമ്മളിവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല തുണിമേ, അത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ടേബിളിൽ ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് നമുക്ക് എത്രയാണോ നിങ്ങൾ ലെങ്ത് കൊടുത്തേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലെങ്ത് ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ തയ്യൽ തുമ്പടക്കാണല്ലോ കൊടുത്തേക്കണേ. അപ്പൊ നമ്മളിപ്പോ മുകളിൽ 1/2 ഇഞ്ച് നമ്മളിപ്പോ ഷോൾഡറിന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. താഴെ ഇനി 1/2 ഇഞ്ചും കൂടി ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ 46 എടുത്തേക്കണേ എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ 46.5 എന്ന രീതിയിൽ ഉണ്ടാവുള്ളൂ. എനിക്കിത് കറക്റ്റ് 46 തന്നെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമ്മൾ ഇനി എക്സ്ട്രാ എവിടെയെങ്കിലും ഇതുപോലെ എക്സ്ട്രാ കൂടുതൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം. എന്നിട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് അടിഭാഗം സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ്ങിന്റെ അടിവശം സ്റ്റിച്ച് ചെയ്യാനുണ്ട്, നല്ല തുണിയിലുണ്ട്. അതിന് തന്നെ ഇങ്ങനത്തെ മടക്ക് വരുന്നില്ല, അത് ഇങ്ങനെയുള്ള മടക്കിനെ ഇങ്ങനെ വിടർത്തിയിടുക. എന്നിട്ട് ആദ്യം ചെറിയൊരു മടക്കുക, എന്നിട്ട് വീണ്ടും ഒരു ചെറിയൊരു മടക്കുക. അതായത് 1/4 ഇഞ്ച് 1/4 ഇഞ്ച് എന്ന രീതിയിൽ വേണം മടക്കാൻ. അങ്ങനെ അടിവശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ലൈനിങ് തുണിയും ഇതുപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം.
അടിവശമൊക്കെ ചെറിയ ചുരുക്ക് പോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അയൺ ചെയ്യുകയാണെങ്കിൽ ആ ചുരുക്കമൊക്കെ മാറി നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.